2004 മാർച്ച് മാസം ഞാനിന്ന് കൊടുങ്ങല്ലൂരിൽ ഡിഗ്രി പഠനത്തിന് ചേരുന്നതിന് മുമ്പ് കൊടുങ്ങല്ലൂരിൽ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ എടുത്തു നൽകുന്നതിനും സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനുമായി ജോലി ചെയ്യുകയായിരുന്നു. അന്ന് തിരക്കൊഴിഞ്ഞൊരു ദിവസമായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴാണ് മാള സ്വദേശിയായ ഒരു ഉമ്മ ആ കടയിൽ സാധനം വാങ്ങാനായിട്ട് എത്തിയത്. പ്രമുഖ ഒരു ബ്രാൻഡിൻ്റെ ആട്ട കൂടുതലായിട്ട് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉമ്മാക്ക് ഈ ആട്ട പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ കൂടി ആ ഉമ്മ പറഞ്ഞു. ഗർഭിണിയായ മരുമകളെ എറിയാട് നിന്ന് അവരുടെ സ്വന്തം വീട്ടിൽ, എറിയാട് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെയുള്ള സ്വന്തം വീട്ടിൽ നിന്നും ഈ ഭർത്താവിൻ്റെ വീടായ മാളയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതിനായിട്ടാണ് ആ ഉമ്മ അന്ന് അവിടെ വന്നത്. അപ്പോൾ പോകും വഴി ഈ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് ഉമ്മ കയറിയത്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുകയും അവർക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സന്തോഷത്തോടു കൂടി അന്ന് അവർ പിരിഞ്ഞു. പിറ്റേ ദിവസമാണോ അതിൻ്റെ പിറ്റേ ദിവസമാണോ എന്ന് എനിക്കറിയില്ല. രാവിലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഞാൻ ആ വാർത്ത കേട്ടത്. മാളയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഒന്നല്ല, 2 പേര്. പരിക്കേറ്റ ഒരു മരുമകൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്, കുട്ടിയും. ഞാൻ നേരെ കടയിലോട്ട് എത്തി. ഞാൻ ആ വാർത്ത പേപ്പറിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കടയിൽ തന്നെ എൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ജോജോ എന്നൊരു ചേട്ടൻ എന്നോട് ചോദിച്ചു, റിയാസ് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആ സ്ത്രീ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ആ ഉമ്മ ഇവിടെ വരാറുള്ള ഉമ്മയാണ്. കഴിഞ്ഞ ദിവസം നീയാണ് ആ ഉമ്മാക്ക് സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് കൊടുത്തത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പുറത്തു നിന്നുള്ള ട്രോമകളിൽ ഒന്നാമത്തെ ട്രോമയായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ന്യൂസ് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം അന്ന് എൻ്റെ പ്രായം അതായിരുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് റിപ്പർ ജയാനന്ദനെ കുറിച്ചാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ കൂടി ബാധിച്ച ഒരു കേസാണ് റിപ്പർ ജയാനന്ദൻ്റെ. എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ കേട്ട, എന്നോട് വളരെ സ്നേഹത്തോടു കൂടി ഇടപഴകിയ ഒരു ഉമ്മായുടെ കൊലക്കേസിലെ പ്രതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റിയാസ്. വെൽക്കം ടു ദ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. നേരെ വീഡിയോയിലേക്ക്. റിപ്പർ ജയാനന്ദൻ, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുള്ളൂ. ശരിക്കും മാള പള്ളിപ്പുറം ചെന്തുരുത്തി കുറുപ്പം വീട്ടിൽ ജയാനന്ദൻ. 1968 തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള ഗ്രാമപ്രദേശമാണ് ചെന്തുരുത്തി. അവിടെയാണ് ജയാനന്ദൻ ജനിച്ചത്. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ജയാനന്ദൻ 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠനം നിർത്തി. നാട്ടിൽ കുറച്ച് കൂലിപ്പണി, ചീനവലയുടെ പണി, മീൻപിടുത്തം, ഇതുപോലെയുള്ള ചില അല്ലറ ചില്ലറ പണികൾ ചെയ്താണ് ജയാനന്ദൻ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടുപോയത്. ഈ കൊടുങ്ങല്ലൂരിനും മാളയ്ക്കും ഇടയിലുള്ള ഈ പ്രദേശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മീൻ പിടിക്കാൻ അറിയാവുന്നവർക്ക് അവിടെ സ്വർഗമാണ്. കാരണം നല്ല നല്ല മീനുകളും കിട്ടും. പിടിക്കുന്ന മീനുകളെല്ലാം നല്ല വിലയ്ക്ക് വിറ്റുപോകും. അങ്ങനെ ഇരിക്കുകയാണ് ജയാനന്ദൻ്റെ ഭാര്യ ഒരു പട്ടുസാരി വേണമെന്ന ആഗ്രഹം ജയാനന്ദനോട് പറയുന്നത്. ക്രിമിനൽ മനസ്സ് ഉള്ളിൽ ഉള്ളതുകൊണ്ടായിരിക്കാം അടുത്ത വീട്ടിൽ ഉണങ്ങാൻ കിടന്നിരുന്ന ഒരു പട്ടുസാരി ജയാനന്ദൻ തേച്ചു മടക്കി ഭാര്യയ്ക്ക് കൊടുത്തു. ഇതുമെടുത്ത് നാട്ടിലെ തന്നെ ഒരു കല്യാണത്തിന് പോയ ജയാനന്ദൻ്റെ ഭാര്യ അവിടെ വെച്ച് അപമാനിക്കപ്പെട്ടു. കാരണം ആ പട്ടുസാരിയുടെ ഉടമസ്ഥ പട്ടുസാരി തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും ഒരുപാട് അപമാനം അനുഭവിക്കുകയും ചെയ്തു. തുടർന്ന് ജയാനന്ദൻ പല ക്രൈമിനും കാരണമായി പറഞ്ഞത് ഈ ഒരു നാണക്കേടായിരുന്നു. 2003 സെപ്റ്റംബർ തൃശ്ശൂർ ജില്ലയിലെ മാള ജോസ് പന്നിക്കാരൻ എന്ന ആളുടെ വീട്ടിൽ അതിക്രമിച്ച് കിടന്ന ജയാനന്ദൻ കമ്പിവടി ഉപയോഗിച്ച് ജോസിൻ്റെ ജീവൻ അപഹരിച്ചു. ഈ ഒരു വിഷയം എനിക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം യൂട്യൂബ് എനിക്ക് വാണിംഗ് തന്നു തുടങ്ങിയിട്ടുണ്ട്, പച്ചയ്ക്ക് പറയരുത് എന്നുള്ള കാര്യം. അപ്പോൾ ജയാനന്ദൻ്റെ കമ്പിവടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി. സ്ഥലത്തെത്തിയ മാള പോലീസ് സംഭവസ്ഥലം അരിച്ചു പെറുക്കി. സംഭവസ്ഥലത്ത് മുഴുവൻ, ക്രൈം സീനിൽ മുഴുവനുമായും മണ്ണെണ്ണ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഗ്യാസും തുറന്നു വിട്ടിരുന്നു. പേരിൽ പോലും ഒരു ഫിംഗർ പ്രിന്റോ ഒരു ഫുട് പ്രിന്റോ ആ വീട്ടിൽ നിന്ന് പോലീസിന് ലഭിച്ചില്ല. ഇരുട്ടിൽ തപ്പുക എന്നതിനും മുകളിലായിരുന്നു പോലീസിന്റെ അവസ്ഥ. ഈ വിഷയങ്ങൾ എല്ലാം തന്നെ പത്രങ്ങളിൽ നിന്നും അറിഞ്ഞ ജയാനന്ദൻ അമിത ആത്മവിശ്വാസത്തിലായി. ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്നും ജയാനന്ദൻ ഉറപ്പിച്ചു. 2004 മാർച്ച് 26 മാള പള്ളിപ്പുറം കളത്തിപ്പറമ്പിൽ നബീസ രാവിലെ സുബഹി നിസ്കാരത്തിനായി അംഗശുദ്ധി വരുത്തുകയായിരുന്നു. അതിനുവേണ്ടിയാണ് ആ ഉമ്മ പുറത്തിറങ്ങിയത്. അവിടെ തന്നെയും കാത്ത് ഇങ്ങനെയൊരു മനുഷ്യൻ ഇരിക്കുന്ന കാര്യം ഈ ഒരു ഉമ്മ സ്വപ്നത്തിൽ പോയി കരുതിയിട്ടുണ്ടാവില്ല.
പിന്നിലൂടെ പതുങ്ങി പതുങ്ങി ചെന്ന ജയാനന്ദന്റെ ഇരുമ്പ് പാര വീണ്ടും ഉയർന്നു താഴ്ന്നു. അതോടെ നബീസുമയും അവിടെ നിശ്ചലമായി. തുടർന്ന് മരുമകൾ ഫൗസിയയും അവരുടെ കൂടെ തന്നെയുള്ള മറ്റൊരു മരുമകൾ നൂർജഹാനും ആക്രമണത്തിന് ഇരയായി. അതിൽ ഫൗസിയ മരണപ്പെട്ടു. അവരുടെ കുട്ടികളും നൂർജഹാന്റെ കുട്ടികളും ഈ ഒരു അപകടത്തിൽ പരിക്ക് പറ്റുന്നുണ്ട്. അന്ന് വന്ന മൊഴി അങ്കിളെ ആക്രമിക്കല്ലേ എന്ന് ആ കുട്ടി പറഞ്ഞതായിട്ട് ഒരു മൊഴിയൊക്കെ അക്കാലത്ത് പേപ്പറിൽ വന്നിരുന്നു. ഇതിൽ നബീസുമയും ഫൗസിയയും മാത്രമാണ് മരണപ്പെട്ടത്. നൂർജഹാൻ നല്ല രീതിയിലുള്ള പരിക്ക് പറ്റി ഒരുപാട് കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് നൂർജഹാൻ തിരിച്ചു വന്നത്. ഈ ക്രൈം സീനിൽ നിന്നും ഒരു തെളിവ് പോലും പോലീസിന് ലഭിച്ചില്ല. ഇവിടെയും പതിവ് പോലെ തന്നെ മണ്ണെണ്ണ സ്പ്രേ ചെയ്തു, ഗ്യാസ് അഴിച്ചു വിട്ടു, ഗ്യാസ് തുറന്നു വിട്ടു തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. 32 പവൻ സ്വർണമാണ് അവിടെ നിന്ന് നഷ്ടമായത്. അപ്പോഴേക്കും ജയാനന്ദൻ പത്രങ്ങളിൽ വന്ന വാർത്തകളൊക്കെ വായിച്ച് സ്വയം ഒരു ആനന്ദത്തിലായിരുന്നു. കാരണം പോലീസിന് ഒരു തെളിവ് പോലും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. ഒരു തരത്തിൽ ജയാനന്ദനിലോട്ട് എത്താനുള്ള ഒരു തരത്തിലുള്ള തെളിവും ജയാനന്ദൻ അവിടെ അവശേഷിപ്പിച്ചിട്ടുമില്ല. 2004 ഒക്ടോബർ കൊടുങ്ങല്ലൂരിന് വടക്ക് പെരിഞ്ഞനം എന്ന ഗ്രാമം. അവിടെ കളപ്പുര വീട്ടിൽ സഹദേവൻ, ഭാര്യ നിർമ്മല എന്നിവർ മാത്രമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇരുവരെയും ജയാനന്ദൻ കമ്പിപ്പാര കൊണ്ട് നിശ്ചലമാക്കി. അവിടെ നിന്നും 11 പവൻ സ്വർണ്ണാഭരണമാണ് കവർന്നത്. അവിടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. മണ്ണെണ്ണ സ്പ്രേ ചെയ്തും ഗ്യാസ് തുറന്നു വിട്ടും പോലീസ് നായ്ക്കളെ നന്നായിട്ട് പറ്റിക്കാൻ ജയാനന്ദന് സാധിച്ചു. അതോടുകൂടി ജയാനന്ദന്റെ ആത്മവിശ്വാസം കൂടിയെന്ന് വേണം കരുതാൻ. 2005 മെയ് മാസം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനടുത്തുള്ള വടക്കേക്കര ഗ്രാമം. ഈ സ്ഥലവും മാളയ്ക്കും കൊടുങ്ങല്ലൂരിനും ഈ ഒരു ബെൽറ്റിൽ കടന്ന് ജലമാർഗം സഞ്ചരിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴിയും ഉണ്ടായിരുന്നു. ജലമാർഗം എവിടേക്ക് വേണമെങ്കിലും പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. വടക്കേക്കരയിൽ ഏലിക്കുട്ടി എന്ന വയോധികയുടെ വീട്ടിൽ കയറിയ ജയാനന്ദൻ മോഷണ ശ്രമത്തിലായിരുന്നു. ശബ്ദം കേട്ടുണർന്ന ഏലിക്കുട്ടി അമ്മയുടെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. ജയാനന്ദന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഏലിക്കുട്ടി അമ്മയ്ക്ക് ജീവൻ നഷ്ടമായി. 2005 ഓഗസ്റ്റ് 1 ബന്ധുവീട്ടിലെത്തിയ ജയാനന്ദൻ ബന്ധുവുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുടക്കായതിൻ്റെ പേരിൽ നല്ല കളക്ഷനുള്ള വടക്കേക്കര ബിവറേജിലെ കളക്ഷൻസ് ഒന്നും ബാങ്കിലോട്ട് മാറ്റിയിട്ട് ട്രഷറിയിലോട്ട് മാറ്റിയിട്ടുണ്ടാവില്ല എന്നും അതെല്ലാം അവിടെ തന്നെയാണ് സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്നും അറിഞ്ഞത്. തുടർന്ന് ബന്ധുവീട്ടിൽ നിന്നും ഇറങ്ങിയ ജയാനന്ദൻ നേരെ ബിവറേജ് ഔട്ട്ലെറ്റിൻ്റെ അടുത്തെത്തി. അവിടെ സുഭാഷകൻ എന്നൊരു സെക്യൂരിറ്റി ആയിരുന്നു അവിടെ ഡ്യൂട്ടി നോക്കിയിരുന്നത്. മഴ പെയ്തുകൊണ്ടിരുന്ന ആ ദിവസം തൊട്ട് പുറകിൽ ചെന്ന് ഭിത്തി തുറക്കാൻ ആരംഭിച്ച ജയാനന്ദൻ 2-3 വട്ടം അവിടെ നിന്ന് മാറേണ്ടി വന്നു. കാരണം സ്വന്തം ജോലിയിൽ ആത്മാർത്ഥത പുലർത്തിയിരുന്ന സുഭാഷകൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ കറങ്ങി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. ബിവറേജിൻ്റെ എല്ലാ പരിസരവും കറങ്ങി വരുന്ന പതിവുണ്ടായിരുന്നു. ഒരുപാട് വട്ടം ഇയാളെ കണ്ട് മാറേണ്ടി വന്ന ജയാനന്ദൻ ഒരു കൂട്ടം ഉറപ്പിച്ചു, ഇനി സുഭാഷകൻ വേണ്ട. തുടർന്ന് തൻ്റെ കയ്യിലിരുന്ന കമ്പിപ്പാര കൊണ്ട് സുഭാഷകന്റെ ജീവനും ജയാനന്ദൻ അപഹരിച്ചു. തുടർന്ന് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. പതിവ് പട്രോളിങ്ങിനെത്തിയ പോലീസുകാരാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സുഭാഷകനെ കണ്ടത്. ഉടനെ തന്നെ പറവൂര് കൊടുങ്ങല്ലൂർ മേഖലയിൽ പഴുതടച്ച പരിശോധന നടത്തിയെങ്കിലും കിട്ടിയില്ല. പിന്നീട് ജയാനന്ദൻ്റെതായിട്ട് വന്ന മൊഴി എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം നടത്തിയിട്ട് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലായിരുന്നു ജയാനന്ദൻ ഒളിച്ചിരുന്നത്. മാത്രമല്ല രാവിലെ മരണവാർത്ത കേട്ടെത്തിയ ആളുകളുടെ ഇടയിലും ജയാനന്ദൻ ഉണ്ടായിരുന്നു. പോലീസ് തന്നെ അന്വേഷിക്കുന്നതും തന്നെയല്ല കൊലയാളിയെ അന്വേഷിക്കുന്നതും എല്ലാം ഒരു പ്രത്യേക ഒരു ആനന്ദത്തോടുകൂടി ജയാനന്ദൻ കണ്ടു നിന്നിട്ടുണ്ടാവണം. 2006 ഒക്ടോബർ എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര രാമകൃഷ്ണൻ, ഭാര്യ ബേബി. ഈ ഒരു സീരീസിൽ നടന്നിട്ടുള്ളതിൽ വ്യത്യസ്തമായി ബേബിയുടെ കൈപ്പത്തിര ഭാഗം മുറിച്ചു മാറ്റിയാണ് ബേബിയുടെ വള അപഹരിച്ചത്. ഈ ഒരു കാര്യം പച്ചയ്ക്ക് പറയാതെ എനിക്ക് നിവൃത്തിയില്ല, എന്നാൽ മാത്രം പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഇതിൽ രാമകൃഷ്ണൻ ജീവൻ നഷ്ടമായിരുന്നില്ല. രാമകൃഷ്ണന്റെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിരുന്നില്ല. മരിച്ചു എന്ന് കരുതിയിട്ടാണ് ജയാനന്ദൻ തിരിച്ചുപോയത്. പതിവ് പോലെ തന്നെ മണ്ണെണ്ണ സ്പ്രേ ചെയ്തും ഗ്യാസ് തുറന്നുവിട്ട് തെളിവ് നശിപ്പിച്ചു ജയാനന്ദൻ അവിടെയും സ്വന്തം മിടുക്ക് കാണിച്ചു. ഒരു ഫിംഗർ പ്രിന്റോ ഒരു ഫുട് പ്രിന്റോ പോലും ലഭിച്ചില്ല. എന്നിരുന്നാലും 2-3 ഫിംഗർ പ്രിന്റ് പോലീസിന്
പല സ്ഥലങ്ങളിൽ നിന്നായി ലഭിച്ചിരുന്നു. അത് വളരെ ആക്സിഡൻ്റലി ജയാനന്ദൻ്റെ വന്നൊരു മിസ്റ്റേക്കുമായിരുന്നു. തുടർന്ന് പോലീസ് സ്ക്വാഡ് രൂപീകരിച്ചു. വടക്കേക്കര, പറവൂര്, കൊടുങ്ങല്ലൂർ, മാള, പെരിഞ്ചനം, പുത്തൻവേലിക്കര ഈ ഒരു ബെൽറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പതിവ് ക്രിമിനലുകളെയും പുതുതായിട്ട് വന്ന ക്രിമിനലിനെയും പുതുതായി ആഡംബരം കാണിച്ച് ജീവിക്കുന്ന പഴയ ക്രിമിനലിനെയും എല്ലാവരെയും ലിസ്റ്റ് ചെയ്തു. എന്നിട്ടും ഒരു തെളിവും കിട്ടാതിരുന്ന പോലീസ് പതുക്കെ ഓളാട്ടുപുറം ഷിബു എന്നൊരു ക്രിമിനലിന്റെ തലയിൽ ഈ ഒരു കേസ് ചാർത്തി കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഷിബു പറയുന്നത് ഇത് ചെയ്യാനുള്ള ധൈര്യം. ആദ്യമൊക്കെ ഇതൊക്കെ ഒരു തിരുട്ട് ഗ്രാമത്തിന്റെ വന്ന കുറ്റവാളികളുടെ പണിയാണെന്നും പറഞ്ഞ് പോലീസ് അവരെ തലയിലിട്ടെങ്കിലും അതിനുശേഷം ഷിബുവിനെ പിടിക്കുകയും എന്നിരുന്നാൽ പോലും ഷിബുവിന്റെ ഫിംഗർ പ്രിന്റ് ക്രൈം സീനിലെ ആക്സിഡന്റ് ആയിട്ട് കിട്ടിയ ഫിംഗർ പ്രിന്റിൽ ഒന്നുപോലും മാച്ച് ആയില്ല. തുടർന്ന് പോലീസ് ഷിബുവിനെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്യുകയും അതിൽ നിന്നും ഷിബു ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, ഇത് തിരുട്ട് ഗ്രാമത്തിലുള്ളവരുടെ പണിയല്ല, മാത്രമല്ല എനിക്ക്, അതായത് ഷിബുവിന് ഇത് ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല, അല്ലറ ചില്ലറ മോഷണമല്ലാതെ എനിക്ക് ഒരാളെ കൊല്ലാനുള്ള ധൈര്യമില്ല എന്ന് ഷിബു തുറന്നു പറയുന്നു. തുടർന്ന് പൊയ്യയിലുള്ള തമ്പി എന്നൊരാളുടെ കോണ്ടാക്റ്റ് പോലീസിന് കൈമാറുകയാണ്. എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തമ്പിക്ക് അറിയാൻ സാധിക്കും, കാരണം തമ്പി ഒരു കൊടും ക്രിമിനലായിരുന്നു. അങ്ങനെ പോലീസിന്റെ ഒരു ടീം വേഷം മാറി തമ്പിയുടെ അടുത്തെത്തുകയാണ്. തമ്പിയുടെ അടുത്തെത്തുന്നത് പോലീസായിട്ടല്ല, മദ്യപക സംഘമായിട്ടാണ് 4 അംഗ പോലീസ് ടീം എത്തുന്നത്. മാത്രമല്ല അവിടെ മാസങ്ങളോളം തമ്പിയോടൊപ്പം വെള്ളടി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു പോലീസ്. കാരണം തമ്പിക്കറിയില്ല ഇത് പോലീസാണെന്നുള്ള കാര്യം. പണി കഴിഞ്ഞ് വരുന്ന ആളുകൾ പൊതുവെ മദ്യപിക്കുന്ന രീതിയിൽ ബാറിൽ ഇരുന്ന് തമ്പിയോടൊപ്പം മദ്യപിക്കുകയാണ്. ആ രീതിയിൽ പോലീസ് തമ്പിയുടെ സ്വഭാവം മനസ്സിലാക്കുകയും മദ്യപിച്ച് കഴിഞ്ഞാൽ തമ്പിക്ക് കുറച്ച് വീരവാദം പറയുന്ന കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് മദ്യപിച്ച് ലെക്ക് കെട്ടുകൊണ്ടിരുന്ന തമ്പിയോട് ഈ കൊലപാതകങ്ങളെ പറ്റി പറയുന്നത്. മാത്രമല്ല ഇത് തിരുട്ട് ഗ്രാമത്തിലുള്ളവരുടെ പണിയാണെന്നും അവര് ഇത് ചെയ്ത് കേരളത്തിൽ നിന്ന് പോയെന്ന് പറയുന്നു. മദ്യത്തിന് പുറത്തിരുന്ന തമ്പിക്ക് ഇത് കേട്ടിട്ട് സഹിച്ചില്ല. തമ്പി പറഞ്ഞു, സർ, ഇത് തിരുട്ട് ഗ്രാമത്തിലുള്ളവർ മാത്രമല്ല നമ്മുടെ നാട്ടുകാരും ചെയ്യും. പോലീസ് തിരിച്ച് തമ്പിയെ ഒന്ന് ചൂടാക്കി കൊടുത്തു. നമ്മുടെ നാട്ടുകാർ ചെയ്യാനോ ഇത്രയും വലിയ ക്രൂരകൃത്യമോ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ അതിന് ധൈര്യമുള്ള ഒരാളുമില്ല. സാർ അങ്ങനെ പറയാൻ പറ്റേ? ഉണ്ട്. മാള ചെന്തുരുത്തിക്കാരൻ ജയാനന്ദൻ എന്ന ഒരാളുണ്ട്. ആള് ഇത് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? സാറിന് വടക്കേക്കര സുഭാഷകൻ കൊലക്കേസ് ഓർമ്മയുണ്ടോ? ആ ബിവറേജിന്റെ മുന്നിൽ മരിച്ചു കിടന്ന സുഭാഷകൻ. അത് അവനാണ് ചെയ്തതെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലുമില്ല, ഒരിക്കലും സാധിക്കില്ല, പോലീസ് തിരിച്ചു പറഞ്ഞു. ഇല്ല സാർ അവന്റെ ചെയ്തികളൊക്കെ ഒന്ന് വീക്ഷിച്ചോളും. തുടർന്ന് പോലീസിന്റെ സ്ക്വാഡ് ഉണർന്നു. ആഴ്ചകളോളം പോലീസ് ജയാനന്ദനെ നിരീക്ഷിച്ചു. പോലീസിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നു ജയാനന്ദന്റെ വീടും പരിസരവും വീട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം. ജയാനന്ദന്റെ വീടിന് മുന്നിൽ ഒരു ഓമിനി വാനുണ്ട്. പക്ഷെ ജയാനന്ദൻ അല്ല അത് ഓടിക്കുന്നത്. ജയാനന്ദൻ ഒരു ഡ്രൈവറെ വെച്ചിട്ടാണ് ഓടിക്കുന്നത്. പകൽ സമയങ്ങളിലെല്ലാം ജയാനന്ദൻ വീടിന്റെ അകത്തുണ്ടാവും. രാത്രി ആകുമ്പോൾ ചീനവല അല്ലെങ്കിൽ മീൻപിടുത്തം ഇതൊക്കെ പറഞ്ഞ് ജയാനന്ദൻ പുറത്തും പോകുന്നുണ്ട്. കുറച്ചു നാളായിട്ട് ജയാനന്ദന്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചവുമാണ്. സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ സാമ്പത്തിക സ്ഥിതി ആയിരുന്നില്ല ജയാനന്ദന്. പിന്നെ പോലീസ് ഒന്നും നോക്കിയില്ല. പോലീസ് നേരെ അവരെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ജയാനന്ദനെ കസ്റ്റഡിയിലെടുത്തു. ആദ്യം ചോദ്യം ചെയ്തെങ്കിലും ഒന്നും സമ്മതിച്ചില്ല. തുടർന്ന് പോലീസിൻ്റെതായ രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ജയാനന്ദൻ തുറന്നു പറഞ്ഞ കേസുകളാണ് നിങ്ങൾ മുന്നേ ഞാൻ പറഞ്ഞതായി കേട്ടത്. മാളയിലും പുത്തൻവേലിക്കരയിലും പെരിഞ്ഞനത്തും വടക്കേക്കരയിലും പറവൂര് ബിവറേജിലും ഇതിവിടെ എല്ലാം നടന്നത് തുറന്നു പറഞ്ഞു. തുടർന്ന് ജയിലിലോട്ട് മാറ്റിയ ജയാനന്ദൻ 2 തവണ ജയിലിൽ ചാടാൻ ശ്രമിച്ചു. മാത്രമല്ല കൂടെയുള്ള സഹതടവുകാരോട് ഇതുവരെ തെളിയിക്കപ്പെടാത്ത ഒരു കേസിന്റെ സത്യം കൂടി തുറന്നു പറഞ്ഞു. റിട്ടയർഡ് പഞ്ചായത്ത് ഓഫീസറായിട്ടുള്ള വി നാണിക്കുട്ടി അമ്മാളുടെ 72 വയസ്സാണ് അവർക്ക്. അവരുടെ ഭർത്താവ് ടി വി നാരായണയ്യർ ഇവരെയും കൂടി കൊന്നത് ജയാനന്ദനാണെന്ന് ജയാനന്ദൻ തുറന്നു പറഞ്ഞു. പക്ഷെ ആ കേസിൽ ജയാനന്ദൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ കേസ് തള്ളിപ്പോവുകയാണ് ഉണ്ടായത്. 7 പേരെയാണ് ജയാനന്ദൻ ഈ ഒരു കാലയളവിൽ കൊന്നു തീർത്തത്.
2005, 2003 തുടങ്ങി 5 വരെയുള്ള കാലഘട്ടങ്ങളിൽ 7 പേരെയാണ് കൊന്നു തീർത്തത്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളെന്ന നിലയിൽ എനിക്കറിയാം ആ ടൈമിൽ ആളുകൾ അനുഭവിച്ച മനോവിഷമം. എന്നും വീട്ടിൽ കിടക്കുന്നതിന് മുമ്പ് 2 വട്ടം എങ്കിലും ഡോറ് കുറ്റിയിട്ടൊന്ന് നോക്കും. പല വീടുകളിലും വീടിൻ്റെ വാതിലിന് പുറകിൽ ഇരുമ്പിൻ്റെ പട്ട വെച്ച് പിടിപ്പിക്കുന്ന ശീലമായി തുടങ്ങി. പട്ടിയെ വാങ്ങാത്തവർ വരെ പട്ടിയെ മേടിച്ച് വളർത്തി തുടങ്ങി. ഇതിൻ്റെ എല്ലാ കാരണം കേട്ട് കഴിഞ്ഞാലാണ് അതിലും രസകരമായിട്ട് നമുക്ക് തോന്നാം. നമുക്ക് രസകരമായിട്ട് തോന്നും, കൊല്ലപ്പെട്ടവർക്കോ അവരുടെ കുടുംബത്തിനോ അങ്ങനെ തോന്നില്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെട്ടവർക്ക് അങ്ങനെ തോന്നില്ല. ജയാനന്ദൻ്റെ ഒരു വീക്ഷണത്തിൽ നിന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ, മക്കൾ ഇവരെങ്ങനെ കഴിയുന്നു എന്നറിയേണ്ട ആവശ്യമേ ജയാനന്ദനുള്ളൂ. ബാക്കി ആര് എന്തായാലും ജയാനന്ദന് പ്രശ്നമില്ല. എന്ത് ചെയ്തും സ്വന്തം ഭാര്യയെയും മക്കളെയും നല്ല രീതിയിൽ നോക്കുക എന്നതാണ് ജയാനന്ദൻ്റെ ഉദ്ദേശം. തുടർന്ന് ജയാനന്ദൻ ശിക്ഷ തൂക്കുകയറാണ് ജയാനന്ദൻ വിധിച്ചത്. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് അത് ജീവപര്യന്തം, അതായത് ജീവിതാവസാനം വരെയുള്ള തടവാക്കി ചുരുക്കി. ജയാനന്ദന്റെ ഫാമിലിയുടെ കല്യാണത്തിന് വേണ്ടി ഈയിടെ, ഫാമിലി എന്ന് വെച്ചാൽ സ്വന്തം മോളുടെ കല്യാണത്തിന് വേണ്ടി ഈയിടെ പരോൾ അനുവദിച്ചിരുന്നു. അത് എസ്കോർട്ട് പരോളാണ് അനുവദിച്ചത്. അതായത് പോലീസുകാർ എപ്പോഴും ഉണ്ടാവും. ആ സമയത്ത് കോടതി പറഞ്ഞ കാര്യം, ജയാനന്ദൻ എന്തെങ്കിലും അവിവേകം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഈ 2 സ്ത്രീകളെ ആലോചിക്കണമെന്നായിരുന്നു. ഈ കേസിലെല്ലാം ശിക്ഷിക്കപ്പെട്ട് ജയാനന്ദൻ ജയിലിൽ കഴിയുമ്പോൾ തന്നെ ബുക്ക് എഴുതിയിരുന്നു. സുനിൽ പി ഇളയിടം ആണ് അത് പ്രകാശനം ചെയ്തത്. അത് കൊടുത്തത് സ്വന്തം മകളുടെ അമ്മായച്ചൻ, അതായത് ഭർത്താവിൻ്റെ അച്ഛന്, അത് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, കൊടുത്തുകൊണ്ടാണ് ഇത് പ്രകാശനം ചെയ്തത്. അത് പുലരി വിരിയും മുമ്പേ എന്നാണ് ആ ഒരു ബുക്കിൻ്റെ പേര്. അപ്പോൾ അന്ന് അത് പ്രസാദന ചടങ്ങിൽ അതിനകത്തൊരു ജുഡീഷ്യൽ ഓഫീസർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവരി സെയിൻ ഹാസ് എ പാസ്റ്റ് എന്ന് പറഞ്ഞു. നമ്മളിലെല്ലാം തന്നെ ഒരു ക്രിമിനൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് എ സർട്ടിഫിക്കറ്റ് കിട്ടിയ മാർക്കോ പോലുള്ള സിനിമകൾ പോലും നമ്മുടെ നാട്ടിൽ ഹിറ്റാവുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാം ജയാനന്ദന്മാരാണ്. മറ്റൊരാളുടെ തലയോട് പൊട്ടുന്നതും രക്തം ചിതറുന്നതും മറ്റൊരാൾ കൊല്ലപ്പെടുന്നതും കണ്ടു നിൽക്കാൻ സിനിമയിലായാലും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജയാനന്ദന്മാരാണ്. നമുക്ക് സാഹചര്യം വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല, അത്ര തന്നെ. ഇതിലിപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കേസായിരുന്നു നബീസുമ്മയുടെ കേസ്. കാരണം ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്, എൻ്റെ മോനെന്ന് വിളിച്ച് സംസാരിച്ചതാണ്. എൻ്റെ ചെറുപ്പമായിരുന്നു, 18 വയസ്സിലാണ് ഞാൻ ഈ ന്യൂസ് കേൾക്കുന്നത്. ആ ടൈമിൽ എനിക്കുണ്ടായ, കാരണം ഒരു മരണം, ഒരു കൊലപാതകം, അതും എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളുടെ കൊലപാതകം, അതിൽ നിന്ന് റിക്കവർ ആവാൻ തന്നെ ഏകദേശം 3 മാസത്തോളം ഞാൻ ടൈം എടുത്തു. കണ്ണടയ്ക്കുമ്പോൾ ആ ഉമ്മയുടെ രൂപമായിരുന്നു മനസ്സിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റിപ്പർ ജയാനന്ദൻ്റെ കഥ. അപ്പോൾ ഞാൻ പിന്നെയും തുറന്നും പറയുന്നു, നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു ജയാനന്ദന്മാരുണ്ട്. അതുകൊണ്ടാണ് ഒരു തല്ല് സീൻ, ഒരു ഉപദ്രവിക്കുന്ന സീൻ, ഒരു റേപ്പ് സീൻ, ഒരു തലക്കടിച്ചുള്ള സീൻ, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ വരുന്ന പല ക്രൈം, എൻ്റെ പോലത്തെ അല്ല, ഞാൻ ഇത്തിരി മയപ്പെടുത്തിയാണ് പറയുന്നത്, മയപ്പെടുത്താതെ പറയുന്ന പല ക്രൈംസും ഉണ്ട്. ഇതെല്ലാം സെർച്ച് ചെയ്ത് കാണുമ്പോഴും ഇതെല്ലാം അർത്ഥമാക്കുന്നത് നമ്മുടെ ഉള്ളിലും ഒരു ജയാനന്ദൻ ഉണ്ടെന്നാണ്. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ജയാനന്ദൻ ചെയ്ത ഒട്ടുമിക്കാറും കേസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് പറഞ്ഞ കേസ്, ഞാൻ നാണിക്കുട്ടി അമ്മാളിൻ്റെ കേസ് ഞാൻ പറയാത്തത്, ഇത് ജയാനന്ദൻ സഹതടവുകാരനോട് പറഞ്ഞെങ്കിലും അവർ പോലീസിനോട് സമ്മതിച്ചിട്ടില്ല. പോലീസിനോട് സമ്മതിച്ച കേസുകൾ മാത്രമേ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.